സ്റ്റിച്ചിങ് ചേച്ചിയുടെ ബ്ലൗസ് എന്തോ അല്ല കഫ്താൻ നമുക്ക് 22nd ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകണം. പിന്നെ നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സ് എല്ലാം നമ്മൾ ഏൽപ്പിച്ച ബൊട്ടീക്കിന്ന് നമുക്ക് ഇന്നെല്ലാം കളക്ട് ചെയ്യാൻ പോകണം. നമ്മൾ എല്ലാം കൊടുത്തിരിക്കുന്നത് ഏക്ത ഡിസൈൻസും പറഞ്ഞിട്ട് എൻ്റെ വെഡ്ഡിങ്ങിന് ചെയ്ത് അവരുടെ അടുത്ത് തന്നെയാണ്. പക്ഷേ അവരുടെ യൂണിറ്റ് ചാലക്കുടിയിലായത്. നമുക്ക് ചാലക്കുടി പോയി വേണം എല്ലാം ഇട്ട് നോക്കി വാങ്ങിക്കാൻ. അപ്പം നമ്മൾ അതിനൊക്കെ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ആദ്യം ഞങ്ങൾ പോയത് ഫാബ്രീസ് എന്ന് പറയുന്ന ഈ ഒരു ക്ലോത്തിങ് സ്റ്റുഡിയോയിലേക്കാണ്. ഇത് ഞാൻ ഇൻസ്റ്റാ ത്രൂ കണ്ടുപിടിച്ചതാട്ടോ. യൂഷ്വലി ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള ഒരാളാണ്. എന്തെങ്കിലും അവിടെ ഇവിടെ ശരിയായിട്ടില്ലെങ്കിൽ ഒരു 100 വട്ടം ഓർഡർ ചെയ്യാൻ പോലും മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. ഇൻസ്റ്റാഗ്രാം ത്രൂ ഞാൻ ഈ പേജ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗൈസ് പറയാതിരിക്കാൻ വയ്യ, ദേ ആർ സോ ഗുഡ് അറ്റ് ദെയർ വർക്ക്. നമുക്ക് വെഡ്ഡിങ് ഈവൻ്റ് അന്ന് ഇടാനായിട്ട് ഒരു വൈറ്റ് കളർ തീമാണ് പറഞ്ഞിരുന്നത് ലക്ഷ്മി. അപ്പോൾ അതിനായിട്ടൊരു കഫ്താൻ ഡിസൈൻ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒമാനിലിരിക്കുമ്പോൾ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്ത് എൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും കൊടുത്ത് എൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മെറ്റീരിയൽ എനിക്ക് അവർ കാണിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി എടുക്കണം നിർബന്ധമുള്ള കാരണമായിരുന്നു. ഞാൻ പോയി എടുത്ത് അവർക്ക് ആ മെറ്റീരിയലും പ്ലസ് നമുക്കൊരു സാരി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ കൊണ്ടുപോയി കൊടുത്തതായിരുന്നു. പക്ഷേ ഭയങ്കര നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നതെന്ന് വെച്ചാൽ ഗൈസ് ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ഓൾട്ടറേഷൻസും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ബ്ലൗസൊക്കെ 1 വട്ടം 2 വട്ടം 3 വട്ടമൊക്കെ ഇട്ടിട്ടും ശരിയാവാണ്ട് ഞാൻ ഓൾട്ടർ ചെയ്യിച്ച് ഇടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഇട്ട് നോക്കിയിട്ട് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരുന്നു കേട്ടോ. അവർക്ക് സ്റ്റിച്ചിങ് മാത്രമല്ല കേട്ടോ, മെറ്റീരിയൽസും റെഡിമെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ചിറ്റയ്ക്കും നമ്മളവിടെ നിന്ന് കുർത്തയും മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം സ്റ്റിച്ചിങ്ങിന് കൊടുത്ത ശേഷം നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടിക്കാണ്. കൊച്ചിയിൽ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കാറിൽ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്താണ് പോയത്. ഓൺ ദ വേ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേക്കും നമ്മളൊരു ചായക്കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കിരണങ്ങൾ പോയിട്ട് നമുക്ക് നല്ല ചൂട് കട്ടൻ ചായയും സമൂസ, കട്ട്ലേറ്റ് അങ്ങനത്തെ സ്നാക്സൊക്കെ വാങ്ങിച്ചു തന്നു. ശരിക്കും ഞാൻ അങ്കിളുടെ ഒരു ഇത് എടുത്തു പറയേണ്ടതാണ് ഗൈസ്. അങ്കിള് നമ്മൾ ഈ ഒരു 5-6 ദിവസം എല്ലാ കാര്യങ്ങൾക്കും അങ്കിൾ ഒരു മടിയും കാണിക്കാണ്ട് രാവിലെ അങ്കിൾ റെഡിയായിട്ട് വണ്ടിയായിട്ട് വന്ന് ഞങ്ങളെ കൊണ്ടുപോകേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോയും അതേപോലെ കുറേ നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു തരികയും ചെയ്തു കേട്ടോ. അങ്കിൾക്ക് അങ്ങനെ ഫുഡൊന്നും വാങ്ങിച്ചു തരാൻ ഒരു മടിയില്ലാത്ത ആളാണ്. പുതിയ സ്ഥലങ്ങൾ പോകാനും ഫുഡ് പുതിയത് ട്രൈ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു 5-6 ദിവസം വാസ് റിയലി ഫൺ. ലക്ഷ്മിയുടെ കല്യാണത്തിൻ്റെ എൻജോയ്മെൻറ്റും ഷോപ്പിങ്ങും എക്സൈറ്റ്മെൻറ്റും അങ്കിളുടെ ഒപ്പമുള്ള കറക്കവും ഫുഡൊക്കെ ആയിട്ട് നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു 6-7 ഡേയ്സ് ആയിരുന്നു. നമ്മൾ ചാലക്കുടിക്ക് പോകുന്നത് വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സ് എല്ലാം നമ്മൾ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അവിടെയാണ്. അവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ ഔട്ട്ഫിറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഏക്ത ഡിസൈൻസ് ആണ്. ആ സമയത്ത് അവരുടെ യൂണിറ്റ് എറണാകുളത്ത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചാലക്കുടിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റ്സും ഇരുന്നേച്ചത് അനീഷിൻ്റെ തൃശ്ശൂരിലെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് എളുപ്പം ചാലക്കുടിക്ക് കൊടുക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ ഒമാനിൽ വെച്ച് തന്നെ എല്ലാ മെഷർമെൻറ്റ്സും കൊടുത്ത് അവർ നമ്മുടെ ഡിസൈനൊക്കെ എടുത്ത് ഔട്ട്ഫിറ്റ്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന റെഡ് അനാർക്കലി, ഓ മൈ ഗോഡ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വെയിറ്റ് ചെയ്തൊരു സാധനമായിരുന്നു ഗൈസ്. ഇത് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് അനീഷിൻ്റെ ഒരു കസിൻ്റെ റിസപ്ഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക്, അതിനിടാനാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കൂടാൻ പറ്റിയില്ലായിരുന്നു. ആ മജന്ത സാരി എൻ്റെ വെഡ്ഡിങ് സാരി ആട്ടോ ഗൈസ്. അപ്പോൾ അതിനൊരു നല്ല അടിപൊളി സ്ലീവ്ലെസ് ബ്ലൗസ് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പുറത്ത് തന്നെ കാണുന്ന ആ ബോട്ടിൽ ഗ്രീൻ ഡ്രസ്സ് അതെൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ സാരി ഗൗണായിരുന്നു ഗൈസ്. അത് ഞാൻ അവരെ കൊണ്ട് റീഡിസൈൻ ചെയ്യിപ്പിച്ചു. അതായത് ഞാൻ തന്നെ ഡിസൈൻ അയച്ചു കൊടുത്തായിരുന്നു, ലൈക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് ആൻഡ് ഷോളായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ഞാൻ ഇട്ടിരുന്നത് എങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞിട്ട് അവർ വേറൊരു മെറ്റീരിയൽ എടുത്ത് ടോപ്പ് ഞാൻ പറഞ്ഞ ഡിസൈൻ പോലെ ചെയ്തു, അതിൻ്റെ ഷോളും പിന്നെ സ്കേർട്ടും. അപ്പോൾ എല്ലാം നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് ഓൾട്രേഷൻസ് ഉണ്ടായിരുന്നു ഗൈസ്. മെഷർമെൻറ്റ്സ് നമ്മൾ ഓൺലൈൻ ത്രൂ അയച്ചു കൊടുത്തു തരണം. പിന്നെ അടുത്തത് സ്വാതിയുടെ ഡ്രസ്സാണ് ഗൈസ്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി ഗൗണാണ് സ്വാതി ഡിസൈൻ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട്. നല്ല അടിപൊളി കളറും ആൻഡ് നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ആയിരുന്നു. സ്വാതിക്കാണെങ്കിൽ നല്ല ഫാഷൻ സെൻസുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അവളുടെ ആഗ്രഹം പോലെ തന്നെ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നിട്ട് ശ്രുതിയുടെ ഡ്രസ്സ് ഇവിടെ തെറ്റളവ് കൊടുത്ത് അതുകൊണ്ട് കല്യാണത്തിന് ഇവിടെ ഡ്രസ്സ് ഇട്ടൊക്കെ പോകുന്നത് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ തീരാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 9-9:30 നമുക്കിനി നേരെ എറണാകുളത്ത് പോകുന്നുണ്ട്.
One eternity later. അങ്ങനെ ഒരു 3-4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ എല്ലാ ഔട്ട്ഫിറ്റ്സും റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ തെറ്റ് നമ്മുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. ഓൺലൈൻ ത്രൂ മെഷർമെൻറ്റ്സ് കൊടുത്ത കാരണം ചെറിയ കറക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ. പക്ഷെ അവർ ഒത്തിരി വട്ടം ക്ഷമയോടെ നമുക്ക് ഓൾട്രേഷനൊക്കെ ചെയ്ത് എല്ലാ ഔട്ട്ഫിറ്റ്സും പെർഫെക്റ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ തവണ കൊടുത്ത എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിട്ടായിരുന്നു അവർ ചെയ്തു തന്നത്. പ്രത്യേകിച്ച് ഇവിടെ കൊടുത്തത് ഏക്തയിൽ നമി എന്ന് പറയുന്നൊരു കുട്ടിയാണ്. ആൾക്ക് പ്രത്യേകം ഷൗട്ട് ഔട്ട് ഉണ്ട്. ഇത്രയും ക്ഷമയോടെ നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് എല്ലാ ഔട്ട്ഫിറ്റ്സും ചെയ്ത് തന്നത് കേട്ടോ. ഒരു മിനിറ്റിന് ലൈറ്റ് ഇട്ടിട്ട് ഇത്രയും സാധനങ്ങൾ വി ഹാവ് ഷോപ്പ് ഫോർ ലക്ഷ്മീസ് മാരേജ്. ലക്ഷ്മി, if you're watching this vlog, we are so tired and done but we are enjoying the process. എല്ലാ സാധനങ്ങളും കിട്ടി. ചേച്ചിയുടെ സാരി, എന്റെ സാരി, ഇനിയിപ്പം ഞങ്ങള് രാത്രി എത്ര മണിയായി? 10 അങ്ങോട്ട് കാണിക്കും. അപ്പം ഇപ്പൊ സമയം നാട്ടില് 10:40. ഇപ്പൊ ഞങ്ങൾ എന്ത് കടയുടെ പേര് T&T. ഈ ചെറുക്കൻ എവിടെ നിന്ന് വരുന്നു? ഞങ്ങളപ്പം T&T എന്ന് പറഞ്ഞ ചാലക്കുടിയിൽ തന്നെ ഞങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാന്ന് ഓർത്ത്. T&T എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആൽഫബറ്റ് T&T. എഗെയിൻ ആരെങ്കിലും ഈ സ്പോട്ട് പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോയി ട്രൈ ചെയ്യണം ഗൈസ്. അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഫ്രൈസും മൊമോസും പിന്നെ ഷവായും മാംഗോ സാലഡൊക്കെയാണ് കഴിച്ചത്. ജ്യൂസും കട്ടൻ ചായയും. ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഷവായി വിത്ത് ദിസ് മാംഗോ സാലഡാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഞാൻ വെറുതെ പറയാലോ കേട്ടോ, ജെനുവിനായിട്ട് പറയാണ്. അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പാതിരാത്രിയായി. ഞങ്ങൾ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ ഇന്ന് ഞാനും സ്വാതിയും കൂടി ലക്ഷ്മിയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോവാട്ടോ. ഹലോ ഗായ്സ്. ഹേ സ്വാതു. ഇന്ന് നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. 6 മണിക്ക് എണീറ്റ് നമ്മൾ റെഡിയൊക്കെ ആയി നേരെ പോകുന്നത് ലക്ഷ്മിയുടെ വീട്ടിലേക്കാണ്. ടു സീ ദ ബ്രൈഡ്. സോ ലെറ്റ്സ് ഗോ സ്പെൻഡ് സം ടൈം വിത്ത് ഹെർ ആൻഡ് ദെൻ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ഷോപ്പിംഗ്. So let's go guys. There is uncle waiting for us. ലക്ഷ്മി താമസിക്കുന്ന കൊച്ചിയിൽ കാക്കനാട് ക്രിസ്റ്റൽ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു വില്ല കോംപ്ലക്സിലാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും ലക്ഷ്മിയും നെയിലാട്ടൊക്കെ ചെയ്യാനായിട്ട് പോകാനായിട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. നമ്മൾ വന്നിട്ട് 2 ദിവസത്തിന് ശേഷം കേട്ടോ ലക്ഷ്മിയെ കാണാൻ പോകുന്നത്. നമ്മളും കുറച്ച് ബിസി ആയി പോയല്ലോ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ലക്ഷ്മി നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഗായ്സ്. സോ ദിസ് ഇസ് ദ മണവാട്ടി ഗായ്സ്. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ 3 ആളും കൂടി കത്തിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയും വെഡ്ഡിങ് പ്രിപ്പറേഷനൊക്കെ എവിടം വരെ ആയെന്നൊക്കെയുള്ള ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും സ്വാതിയും ലക്ഷ്മിയും കൂടി സംഗീതൻ്റെ അന്നൊരു ഡാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡാൻസിൻ്റെ സ്റ്റെപ്സൊക്കെ ലക്ഷ്മി ഞങ്ങൾക്ക് കുറച്ച് പഠിപ്പിച്ച് തരായിരുന്നു. സ്വാതിക്കാണ് കുറച്ച് മടിയുള്ളത് കൂട്ടത്തിൽ. അപ്പോൾ സ്വാതിയെ തന്നെ ആദ്യം ലക്ഷ്മി നിർത്തി പഠിപ്പിക്കാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മിയുടെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സൊക്കെ എന്നെയും സ്വാതിനെയും കാണിച്ചു തരുമായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് സോ നൈസ് ഡേ ഗൈസ്. ഇത് തുറക്കുന്നതാണ് ഭയങ്കര. തുറന്നോ, നിങ്ങൾ തന്നെ തുറന്നോ. ഭയങ്കര ഹെവിയാ. നിന്റെ ബ്രൈഡൽ ഡ്രസ്സാണ്. Look at this. Shoo. തിരിച്ചാണ്. സോറി ഗൈസ്. ഇങ്ങനെ like ഇങ്ങനെ. Oh wow. Look at that guys. So good. Sorry, guys, I didn't see. Very heavy. Yeah, very heavy. അതൊക്കെ പോയി. അതിനെ ഞാൻ ലക്ഷ്മി. ലക്ഷ്മി. എന്താ പിടിച്ചേ? Wow, very nice Lakshmi. Sorry. Wow, നല്ല കളറാണ് ലക്ഷ്മി. കളറേ ഇത് പ്ലെയിൻ സാരി ആയിരുന്നു. പ്ലെയിൻ ആണ്. ഫുൾ ഒരു വർക്ക് ചെയ്തതാ. നല്ല രസമുള്ള കളർ. Very nice Lakshmi. Guys, I'm getting married. My marriage is in 5 days. No. When is 1, 2, 3 days. No. Today's 19. 3 days. Lakshmi is getting married. Bye guys. Bye. After 3 days, it's Lakshmi's marriage. Okay, bye. Bye.
അങ്ങനെ ലക്ഷ്മിയും കണ്ടു കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങി. ലക്ഷ്മിയുടെ കാര്യങ്ങൾക്കായിട്ടും ഇറങ്ങി. ഞങ്ങൾ നേരെ പോകുന്നത് അടുത്ത മോളിലേക്കാണ്. നമ്മൾ കൊച്ചിയിലുള്ള സെൻട്രൽ സ്ക്വയറിലേക്കാണ് പോയത്. നമുക്ക് ചെരുപ്പൊക്കെ നോക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാനും സ്വാതിയും കൂടെ ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ ഞങ്ങൾ മോളിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും പോയി കിടന്നാൽ മതിയെന്ന് തോന്നണുള്ളൂ. പക്ഷേ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ആ ഒരു ത്വര കാരണം ഞങ്ങൾ നടന്ന് കുറേ ഷോപ്സിലൊക്കെ പോയി. പക്ഷേ ഒന്നും മനസ്സിന് ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഞങ്ങൾ നേരെ കമ്മൽ മാലയൊക്കെ നോക്കാനായിട്ടുണ്ടായിരുന്നു. അത് വെഡ്ഡിങ്ങിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടല്ല, എന്നാലും വന്നതല്ലേ നോക്കിയേക്കാന്ന് ഓർത്ത് അതൊക്കെ നോക്കി. അങ്ങനെ ഞാനും സ്വാതിയും കൂടി കുറേ നേരം സെൻട്രൽ സ്ക്വയറിൻ്റെ അകത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് കാര്യങ്ങളൊക്കെ നോക്കി മതിയായി, ടയേർഡായി. അപ്പോൾ ഞാനിങ്ങനെ സ്വാധീനം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ, സ്വാതി നീ എന്തെങ്കിലും വാങ്ങിച്ചു താ, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു താ. എന്തോ ഒരു ചിലവ് സ്വാതി എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്വാതി കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കും. സ്വാതിയുടെ മുഖത്തൊക്കെ നല്ല ക്ഷീണമല്ലേ, ഉറക്കമൊന്നും റെഡിയാവാത്ത കാരണം അങ്ങനെ ഇരിക്കണേ. അങ്ങനെ കുറേ നേരം ഞാൻ പറഞ്ഞ് അവസാനം സ്വാതി വാ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോസ്റ്റ കഫേയിൽ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വാതിയുടെ മുഖത്തൊരു ചിരി വന്നു. സന്തോഷമാണ് തോന്നുന്നു ഗൈസ്, നിങ്ങൾക്കും തോന്നിയോ? സ്വാതിയുടെ ട്രീറ്റാണ്. എന്താണ്? കോസ്റ്റ കോഫി. താങ്ക് യു. നമ്മളിപ്പോൾ സർബത്ത് കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ കുടിക്കുന്നത് ഇഞ്ചി സർബത്ത് ആൻഡ് ചേച്ചി കുടിക്കുന്നത് നോർമൽ സർബത്ത്. ലെറ്റ്സ് സീ, ലെറ്റ് ദി സർബത്ത് കം ഗൈസ്. സോ ടയറിങ്. ലക്ഷ്മി, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് സുഖം. അയ്യോ ഞാൻ സ്റ്റക്കായി ഗൈസ്. Okay, uncle is bringing this sarbat, so we can maybe give it a try. Tork through. Uncle, why this is normal soda sarbat. Inji sarbat. അയ്യോ എൻ്റെ മൂക്കൊരു എരിഞ്ഞു പോയി. Yeah. Oh, this is very spicy, Sru. You want to try? അയ്യോ ഭയങ്കര എരിവ്, ഇത് പറയണ്ടായിരുന്നു Sru. ഓക്കെ, അത് കുടിച്ചോ Sru. എരിഞ്ഞ് ചത്തുപോയി. ഞങ്ങള് വ്ളോഗിൽ വന്നോണ്ടിരിക്കണേ. Drink it through if you like it. It's very spicy for me. Very spicy but good for wire. പാത്രോള് ഗൈസ്. അങ്ങളെ കടയുടെ പേരെന്താണ്? KKV ബേക്കറി. ഇത് എവിടെയാണ് സ്ഥലം? നമ്മള് എനിക്കത് പറയാൻ അറിയില്ല. ചിറ്റൂർ റോഡ്. അപ്പൊ അത്രോള് ഗൈസ്. ബൈ. ഇതൊരു ഫുഡ് വ്ളോഗായി മാറുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. എനിവേ, എറണാകുളത്ത് ചിറ്റൂർ റോഡിലാണ് ഈ KKV ബേക്കറി ഉള്ളത്. ഇവിടുത്തെ സർബത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പ് മുതലുള്ള കടയാണ്. അടിപൊളിയാട്ടോ. ഷോപ്പ് ചെയ്യുക, ഫുഡ് അടിക്കുക. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ ശേഷം നമ്മൾ ചെരുപ്പൊക്കെ പോയി നോക്കി. ഒരുപാട് കടയിൽ കയറി ഇറങ്ങി അവസാനം മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് കിട്ടി. പിന്നെ ഞങ്ങൾ ജ്വല്ലറി ഷോപ്പിലേക്കാണ് പോയത് കേട്ടോ. നമുക്ക് സംഗീതിനും മെഹന്തിക്കൊക്കെ ഇടാനായിട്ട് കുറച്ച് ഇയറിങ്സും ബാംഗിൾസൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. ബാഗ് കാണിക്കും. പക്ഷെ ടേസ്റ്റ്. അന്ന് പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിങ്ങിനൊന്നും പോയില്ല ഗൈസ്. നേരെ വന്നു, ലഞ്ചും കഴിച്ച് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഷീലാൻഡി നമുക്ക് നല്ല ചൂട് സുലൈമാനിയും നല്ല ചൂട് ഉള്ളി പക്കോടയൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ പോയി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസത്തേക്കുള്ള സംഗീതിന് ഞാനും സ്വാതിയും ലക്ഷ്മിയും കൂടി ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റെപ്സ് ഒന്നും ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ലക്ഷ്മി എല്ലാ വീഡിയോസൊക്കെ അയച്ചു തന്നിരുന്നെങ്കിലും ഈ ഷോപ്പിങ്ങിൻ്റെ തിരക്ക് കാരണം പഠിച്ചിട്ടുണ്ടായില്ല. അന്ന് തലേന്ന് രാത്രിയാണ് ഞാനും സ്വാതിയും കൂടി ഇരുന്ന് പഠിക്കുന്നത്.
ആദ്യം ഞാൻ സ്റ്റെപ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം കേട്ടോ സ്വാതിനെ പഠിപ്പിച്ചു കൊടുത്തത്. സ്വാതി ആദ്യം സംഗീതിന് ഡാൻസ് കളിക്കാനായിട്ടൊന്നും വില്ലിങ് ആയിരുന്നില്ല. കാര്യം ഇങ്ങനെ പബ്ലിക്കിലേക്ക് വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അല്ലെങ്കിൽ സ്പീച്ച് പറയാന്നൊക്കെ പറഞ്ഞാൽ സ്വാതിക്ക് കുറച്ച് മടിയാണ്. അത് എൻ്റെ അത്ര എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ പോലും സ്വാതിക്കൊരു വെരി ജോളി ആൻഡ് എക്സ്ട്രോവേർട്ട് സൈഡുണ്ട്. പക്ഷെ അത് അത്രയും കംഫർട്ടബിളും അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഇൻറ്റിമേറ്റ് സർക്കിളിൽ മാത്രമേ സ്വാതി അതെല്ലാം കാണിക്കുകയുള്ളൂ കേട്ടോ. ഇത് പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മിയുടെ കല്യാണം ആയതുകൊണ്ടും പിന്നെ ഞാൻ കുറേ പറഞ്ഞു പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് വാ കളിക്കുന്നു. പിന്നെ സ്വാതിയുടെ ഫ്രണ്ട്സ് എല്ലാം കട്ട സപ്പോർട്ടായിരുന്നു, കളിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉന്തി തള്ളി മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവളെ പ്രോത്സാഹിപ്പിച്ച് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. അന്ന് വീട്ടിൽ ഞാനും സ്വാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒച്ചത്തിൽ മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര പഠിക്കലായിരുന്നു. ഞാൻ റോ വീഡിയോസും കൂടി കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. ടാന ടാന ആ ആഹാ ആഹാ കൂഗൽ കൂഗൽ ആ കളിക്ക് മറ്റേ താഴെ മേലെ ആ താഴെ മേലെ നീന്തൽ നീന്തൽ ആ കൂഗൽ കൂഗൽ ഗൈസ് അമ്മ ആൻഡ് ചിറ്റ. അയ്യോ ഇത്ര ഹായ് അമ്മ, ഹായ് ചിറ്റ, ഇവരൊക്കെ ലക്ഷ്മി. ഹായ് കുഞ്ഞു, കുഞ്ഞു എൻ്റെ വ്ളോഗിലൊരു ഹായ് പറയും. ഹായ് കുഞ്ഞു, ഹായ് പറ. ഹായ്. ഇത് ഞങ്ങളുടെ കസിൻ ശരത്തേട്ടൻ്റെ വൈഫ് അനുചേച്ചിയും പിന്നെ ബേബിയൊക്കെ ആട്ടോ. എല്ലാവരും കല്യാണം കൂടാനായിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ തീർന്നപ്പോഴേക്കും ചിറ്റ ദുബായിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചിറ്റ സംഗീതിൻ്റെ തലേന്നാട്ടോ വരുന്നത്. ഇനി നമുക്ക് അനീഷും കൂടി വരാനായിട്ടുണ്ട്. അനീഷ് സംഗീതിൻ്റെ രാവിലെയാണ് എത്തിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഈ വ്ളോഗ് വരുമ്പോൾ എന്തായാലും സ്വാതി എന്നെ കൊല്ലും. ഇനി സ്വാതി കൊന്നില്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള കല്യാണ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ വരാം. അപ്പോൾ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കല്യാണ വിശേഷങ്ങൾ ബാക്കിയായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ടാറ്റാ.